നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന വചനം പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ്. 2 Peter chapter 2 verse 20. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ദൈവജനത്തെ പ്രബോധിപ്പിച്ചെഴുതുന്ന ഒരു സന്ദേശമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ലേഖനം ആർക്ക് എഴുതിയെന്ന് എഴുതിയിട്ടുണ്ട്. വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതിയ ലേഖനമാണ്. എന്തുവാ? വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. അപ്പം വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കും മാറ്റങ്ങൾ വേണോ? വേണം. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഈ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ പിന്നെയും അതിൽ കുടുങ്ങിപ്പോയാൽ അവരുടെ സ്ഥിതി ആദ്യത്തേതിലും വഷളായിരിക്കും. അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ബൈബിളിൻ്റെ ഒരു വെളിപ്പാട് പറയാം. പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ വാക്യമുണ്ട്, അവൻ വിശുദ്ധനാകയാൽ നമ്മളും വിശുദ്ധരായിരിക്കണം. അശുദ്ധർക്കൊരിക്കലും വിശുദ്ധനായ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ വിശുദ്ധനായ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനോ ആർക്കും കഴിയത്തില്ല. അപ്പം ഈ മെസ്സേജ് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങുക, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം. ഒരു മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 1 യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടും. 2 യേശുവിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടും. 3 ഏറ്റുപറച്ചിലിനാൽ ശുദ്ധീകരിക്കപ്പെടും. ഒന്നുകിൽ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഇപ്പോൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. സ്തോത്രം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഏറ്റുപറഞ്ഞ് ഒരു ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പോൾ ശുദ്ധീകരിക്കപ്പെടാൻ 3 കാര്യമേ ബൈബിളിലുള്ളൂ. 1 ഏറ്റുപറച്ചിലുണ്ടാകണം. 2 വചനത്താൽ ശുദ്ധീകരിക്കപ്പെടണം. 3 രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ ശുദ്ധീകരിച്ച് വേണം ഒരാൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ. സ്തോത്രം. ഈ ലോകം ഒത്തിരി മാലിന്യമുള്ള ലോകമാണ്. ഈ മാലിന്യം വിട്ട് ഓടണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ഒരുവൻ്റെ അകത്ത് വേണം. സ്തോത്രം. നമ്മൾ പലതും വേണ്ടാന്ന് വെക്കാൻ കാരണം എന്നാ? ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് യേശുക്രിസ്തുവിലെ പരിജ്ഞാനം കടന്നുകൂടി എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. അബ്രഹാം എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് ബൈബിളിൽ വായിക്കുമ്പം ഒരു കൂട്ടം വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. എന്നാൽ ബൈബിളിൽ വയ്ക്കുക, തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൂടുമ്പോഴാണ് നമ്മൾ പലതും വിട്ട് ഓടാൻ തുടങ്ങുന്നത്. സ്തോത്രം. അപ്പോൾ ചില ആൾക്കാരുണ്ട്, എല്ലാ തെറ്റും ചെയ്തുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിജ്ഞാനം അകത്ത് വന്നു കഴിഞ്ഞാൽ സകലതും വിട്ട് ആ കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കണം. അബ്രഹാമിനോട് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഈ ഭാഗം പറഞ്ഞു വരുന്നത് ഇതിനകത്തൊരു ദൂതുണ്ട്. ആ ദൂതിലോട്ട് വരാൻ വേണ്ടിയാണ്. എന്താണെന്ന് പറഞ്ഞാലേ ആ ദൂതിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. നീ വിട്ടാലേ അവിടുന്ന് പോകാൻ പറ്റും, പോയാലേ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും. അപ്പം ഞാൻ തുടക്കത്തിലേ പറയുക, നമ്മൾ ഈ ലോകത്തിൽ വിടേണ്ടത് വിടണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വെച്ച് പറ, വിടേണ്ടതെല്ലാം വിടണമെന്ന് പറ. ഓ സ്തോത്ര. ഇപ്പോൾ എന്തൊക്കെ വിടണം പാസ്റ്ററെ, അത് ഞാൻ എന്തിനാ പറയുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ വിടേണ്ട ലിസ്റ്റ് വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വിടേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ ചോദിച്ചാൽ എന്തോ? ഞാനിങ്ങനെ നുണ പറയും, അതങ്ങ് വിടണം. ഞാൻ പറഞ്ഞു വിട്ടു.
വേറൊരാളിനോട് പറഞ്ഞു, സ്തോത്രം ബ്രദറെ, ഞാൻ ഇങ്ങനെ ഒരാൾക്ക് ചുമ്മാ അത് ആവശ്യമില്ലാതെ വാട്സാപ്പിൽ കൂടെ ചാറ്റ് ചെയ്യും. സ്തോത്രം. ഞാൻ പറഞ്ഞു, അതങ്ങ് വിട്ടു. അത് എന്നോട് എന്തിനാ പറയുന്നത്? അങ്ങ് വിട്ടാൽ പോരായോ? അതുകൊണ്ട് മിണ്ടുന്നില്ല. അപ്പം അങ്ങനെ എന്തിനാ 1-2 പറഞ്ഞ് എന്തിനാ? വിടേണ്ടത് എന്തോ ചെയ്യണം, വിട്ടോണം. ചിലർക്കൊരു കുഴപ്പമുണ്ട്, വിടത്തുമില്ല, അനുഗ്രഹം വേണം താനും. ദൈവം അങ്ങനെ തരത്തില്ല. അപ്പം വിട്ടാൽ മാത്രമേ പറ്റൂ. ഇനി വിട്ടതിലോട്ട് കർത്താവ് പറയുന്നൊരു ദൂത്, ചിലർ വിടും, പക്ഷെ വിട്ടതിലോട്ട് തിരിഞ്ഞു നോക്കരുതെന്നാണ് ബൈബിൾ. ലോത്തിനോട് പറഞ്ഞു, നീ അങ്ങോട്ട് ഓടിക്കോ, പക്ഷെ എന്ത് ചെയ്യരുത്? നോക്കരുത്. നോക്കിയാൽ ഈ പതിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ഓട്ടത്തിൽ പുരുഷന്മാരാ മുമ്പിൽ, സ്ത്രീകൾ എപ്പോഴും പുറകില്ല. അതുകൊണ്ട് ബസ്സേ കയറാനൊക്കെ പണ്ട് ഓടുമ്പം പുരുഷന്മാർ സ്ത്രീയുടെ കൈക്ക് പിടിച്ചോണ്ടാ, അങ്ങനെയൊക്കെ ഇല്ലയോ? ഇപ്പം അങ്ങനൊന്നും ഇല്ല. ഇപ്പം 2 പേരും 2 കാറയിലാണ് വരുന്നത്. ആരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നിച്ച് പണ്ടൊക്കെ ബസ്സൊക്കെ കയറുമ്പം വലിച്ചോണ്ടാ പോകുന്നത്. പണം കരുതി ഇങ്ങോട്ട് നോക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. ഈ പുരുഷൻ്റെ കൈ പോലല്ല സ്ത്രീയുടെ കൈ. സ്ത്രീയുടെ കൈ, പുരുഷന്മാരുടെ കൈയൊക്കെ മിക്കവാറും മരം പോലെ. ഈ നമ്മുടെ ഒരു ചർച്ച, പേരൊന്നും ഞാൻ പറയത്തില്ല, നമ്മുടെ ഒരു ചർച്ചിൽ ഒരു ബ്രദറുണ്ട്. പുള്ളിക്ക് വേണ്ടി എല്ലാ ഞായറാഴ്ചയും ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഒരു ദിവസം കൂടെ പ്രാർത്ഥിക്കും. ആ ദിവസം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലാവുകൊണ്ടാ. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിച്ച് കഴിയുമ്പം പുള്ളിക്കാരൻ എൻ്റെ കൈക്ക് പിടിച്ചൊരു പ്രൈസലോട് തടയും. എൻ്റെ മുന്നേ ഇരുമ്പേ പിടിക്കുന്ന പോലെ, പിന്നെ ഇവിടം വരെ എനിക്ക് വേദനയാണ്. പുള്ളി എന്നോടൊന്ന് പിടിക്കുന്ന എന്തോ മരം കയ്യാ. സ്തോത്രം. ശ്രദ്ധിക്കണം, ശരിക്കും ഇരുമ്പേ പിടിക്കുന്ന പോലെ തന്നെയാണ്. ഒരു പ്ലെയർ കൊണ്ട് നമ്മുടെ ഇവിടെ ഞെരുക്കിയ പോലുള്ള വേദനയാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്താൽ കൈ ശരിയാക്കുന്നത്. കഴിക്കാൻ ഹോട്ടലിൽ ചെന്ന് കഴുകുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം കഴുകും. എന്തിനാ? ഈ വേദന പോകാനാ. സ്തോത്രം. ഞാൻ ഇപ്പം വരുമ്പോൾ കൈ തരുമ്പോൾ ഞാൻ കൈ കൂപ്പി കാണിക്കും. ഇഷ്ടമില്ലഞ്ഞിട്ടല്ല, ഭയങ്കര സ്ട്രോങ് ആയ കൈയാ. എന്നാൽ സ്ത്രീകളുടെ കൈ പൊതുവെ സോഫ്റ്റാ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലോത്തിൻ്റെ ഭാര്യയെ പിടിച്ചോണ്ട് ഓടി അങ്ങോട്ട് പോയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഓടിപ്പോയപ്പം സോദരം ഇവള് പുറകോട്ടൊന്ന് നോക്കി. ഉടനെ അവൾ എന്തുവായി? നല്ല സോഫ്റ്റായ കൈ ഉപ്പിയാക്കെ പിടിക്കുന്നവരായി. എന്നിട്ട് ലോത്തിൻ്റെ പുറത്ത് അവൻ തിരിഞ്ഞു നോക്കിയില്ല. ബൈബിളിൽ പറയാം, കലപ്പയ്ക്ക് കൈ വെച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പം ഒന്നാമത്തെ സന്ദേശം, വിട്ടോടിയവർ തിരിഞ്ഞു നോക്കരുത്. പൗലോസ് തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പം, തീമോത്തിയോസിന് ലേഖനം എന്നെടുത്ത് ദൈവത്തിന് സ്തോത്രം, ഓട്ടമോ വിടുന്നോ അല്ലെന്ന മെസ്സേജ്, പക്ഷെ അങ്ങോട്ട് വരാനുള്ള ശ്രമമാണ്. തീമോത്തിയോസിൻ്റെ 1-ാം ലേഖനം എടുത്ത് 6-ാം അധ്യായം എടുത്ത്, ഹല്ലേലൂയ, 11-ാമത്തെയും 12-ാമത്തെയും വാക്യം വായിച്ചേ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളൂ, ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി. അപ്പൊ ഏത് വിടണം? പുറകെ മുകളിൽ 3-4 വാക്യം താഴോട്ട് വീട്ടിൽ ചെന്ന് വായിക്കണം. കാരണം അതല്ല എൻ്റെ പ്രസംഗം, പക്ഷെ ഇത് പറഞ്ഞാലേ അത് പറയാൻ പറ്റൂ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവരെ, അത് വിട്ടോടി. ആരാ ദൈവത്തിന്റെ മനുഷ്യൻ? രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവത്തിന്റെ മനുഷ്യരാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി എക്കാലത്തും വെളിപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മനുഷ്യർ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന് നല്ല പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. വിട്ടേച്ച ഇതെല്ലാം പറ്റും. അപ്പം ഞാൻ വിടേണ്ട ലിസ്റ്റൊന്നും പറയുന്നില്ല, പക്ഷേ കർത്താവിന്റെ സ്തോത്രം, വിടണം. ഇത് വിടണമെങ്കിൽ ചില ആൾക്കാർ പറയും, ബ്രദറെ വിടണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇത് പറ്റണമെങ്കിൽ യേശുക്രിസ്തുവിലെ പരിജ്ഞാനം നമ്മുടെ അകത്ത് കയറണം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ അകത്ത് കയറണം. പത്രോസ് പറയുക, നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലർ പറയും, പക്ഷേ എങ്ങനെ വിടും? ഈ പൗലോസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പൗലോസിന് സ്വന്തമായി കപ്പലുള്ള ആളായിരുന്നു. എന്തുവാ? ഇവിടെ കപ്പലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കൈവക്കിക്കേ. എൻ്റെ അറിവിലില്ല. ഹെലികോപ്റ്ററുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. കപ്പലുള്ളവൻ പറയാ, എനിക്ക് ലാഭമായതൊക്കെയും
ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നെണ്ണി. യേശു ക്രിസ്തുവിലെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. നമുക്കൊന്ന് വായിച്ച് നമുക്ക് ബൈബിളിലോട്ടൊന്ന് വരാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എടുത്ത് 3-ാം അധ്യായം, എന്നിട്ട് ഞാൻ ദൂതിലോട്ട് വരിക. ദൈവത്തിൻ്റെ സ്തോത്രം. 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കാം. ഫിലിപ്പിയർക്ക് എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കൽ ഒരു വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോയി. അവിടെ ചെന്നപ്പം ആ വീടിൻ്റെ സമർപ്പണം കഴിഞ്ഞിറങ്ങിയപ്പം ആ വീട്ടിലെ മോൻ എന്നോട് പറഞ്ഞു, ലോതായിരുന്നു ഞങ്ങളുടെ കുടുംബ വീട്. വെള്ളം ചൂണ്ടിക്കാണിക്കുക. സ്തോത്രം. ആ കുടുംബ വീട്ടിൽ ഞങ്ങൾ സ്തോത്രം 3 മക്കളാണ്. ഞാൻ സൗദി വെച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. എൻ്റെ അപ്പൻ നല്ല മനുഷ്യനായതുകൊണ്ട് സ്തോത്രം എന്നെ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടവും വെച്ചു. 2 പിള്ളേർക്ക് പ്രോപ്പർട്ടി എഴുതി കൊടുത്തു. സ്തോത്രം. എന്നാൽ സർവശക്തനായ ദൈവത്തോട് ഞാൻ എന്നും പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ ദേശത്തൊരു വീട് തരണം. അങ്ങനെ സ്തോത്രം. അവരിയ്ക്കുന്നത് 40 സെൻറ്റിനകത്താണ്. ഇവൻ 1 ഏക്കർ സ്ഥലം അതിന് മുമ്പിൽ തന്നെ വാങ്ങിച്ച് അതിനകത്ത് നല്ലൊരു വീട് വെച്ചപ്പം എന്നോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ചിലത് വിട്ടത് വലിയ ഗുണത്തിന് കാരണമായി. ഓ ഹല്ലേലൂയ. ഞാനിവിടെ വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നീ ദൈവത്തെ വിളിച്ചത് കൊണ്ട് നിന്റെ വീതമോ സ്വത്തോ ആരെങ്കിലും പിടിച്ചു വെച്ചെങ്കിൽ നീ ഒന്നും പേടിക്കണ്ട. കണക്കിന് തരുവാൻ ദൈവം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എബേസിൻ്റെ ചരിത്രം ബൈബിളിൽ പഠിക്കുമ്പോൾ വായിക്കുമൊന്നും വേണ്ട. എബേസിൻ്റെ ചരിത്രം പഠിക്കുമ്പം അവൻ ജനിച്ചത് വ്യസനപുത്രനായിട്ടാണ്, ദുഃഖപുത്രനായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദുഃഖപുത്രനായിട്ടാണ്. കർത്താവിൻ്റെ സ്തോത്രം. ആ ദുഃഖപുത്രനായിട്ട് എബേസ് ജനിച്ചെങ്കിലും ഒരൊറ്റ പ്രാർത്ഥനയും അവൻ പ്രാർത്ഥിച്ചു. അവൻ അപ്പം പോലും അവനെ കാണാൻ വന്നില്ലെന്നാ ചരിത്രം. കാരണം വികൃതനായിരുന്നു. പക്ഷെ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ട് അവൻ്റെ അതിര് വിസ്താരപ്പെടുത്തി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ ഒത്തിരി കൊല്ലമൊന്നും വേണ്ട. പെട്ടകം 20 വർഷം കുന്നിന്മേലുള്ള അബീദാദാവിൻ്റെ വീട്ടിലിരുന്നു. പക്ഷേ പെട്ടകം 3 മാസം ഓബേദവും ഞാൻ അപ്പച്ചൻ്റെ വീട്ടിൽ ഇരുന്നു. 20 കൊല്ലം ഇരുന്നവൻ പറഞ്ഞു ഒരു ഗുണമില്ലെന്ന്. പക്ഷെ 3 മാസം ഇരുന്നവൻ പറഞ്ഞു ഒരു ജന്മം ഓ ഹല്ലേലൂയ. കാലപ്പഴക്കമല്ല വിഷയം. നിനക്ക് അനുഗ്രഹം കിട്ടുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ഒരു ചെറിയ പിരീഡ് മതി. ഞാൻ വചനത്തിലോട്ട് പോട്ടെ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഫിലിപ്പിയർ 3:7 എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചെങ്കിൽ ഓർത്തോണം, നിന്റെ അകത്ത് യേശു ക്രിസ്തുവിന്റെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിന്റെ അകത്ത് വാഴുന്നോണ്ടാ ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഞാനിവിടെ ഒരിക്കലൊരു കമ്പനിയിൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാനൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എവിടാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ന രാജ്യത്ത് അതൊക്കെ പറഞ്ഞു ഞാനൊരു കമ്പനി തുടങ്ങി, എന്നെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി എന്നോട് പറയുക, ഞാൻ ഒരു കമ്പനിയുടെ ടോപ്പ് ലെവലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ കമ്പനിയുടെ ഒരു പരിപാടിക്കകത്ത് എല്ലാവരും ലിക്കർ കുടിച്ചപ്പം ഞാൻ കുടിച്ചില്ല. ഞാൻ 7up കുടിച്ചു. എന്നെ ആ കമ്പനിയിലുള്ളവങ്ങളെ കളിയാക്കിയിട്ട് ലിക്കർ കുടിക്കാത്തൊരു ലീഡർ വേണ്ടാന്ന് പറഞ്ഞ് എന്നെ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ ഞാൻ പോയി ഒരു കമ്പനി തുടങ്ങി. എന്നെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഞാനൊരു സത്യം നിന്നോട് പറയാം, യേശുക്രിസ്തുവിലെ പരിജ്ഞാനം അകത്തു വന്നാൽ ലാഭമായതൊക്കെ ഛേദമായി തോന്നും. ഈ ലോകം ചപ്പെന്നും. ഓ ഹല്ലേലൂയ. ഞാൻ ഈയിടെ ഒരു വിശ്വാസിയെ കണ്ടപ്പം ഞാൻ ആ വിശ്വാസിയോട് ചോദിച്ചു, സ്തോത്രം അച്ഛാ എങ്ങനെയുണ്ട് ആത്മീക ജീവിതമൊക്കെ? ഓ നല്ലതായിട്ട് പോകുന്നു. പിള്ളേർ 2 പേരും, ഒരാൾ അമേരിക്ക ഒരാൾ ലണ്ടനുമാണ്. നല്ലൊരു വീടും വെച്ച് നല്ല 2 പട്ടിയെ മാറ്റി തന്നു. ഇപ്പം ഉറങ്ങുക പട്ടിക്ക് തീറ്റി കൊടുക്കുക, ഉറങ്ങുക പട്ടിക്ക് തീറ്റി കൊടുക്കുക. കണ്ടോ മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു ആരാധനയ്ക്കോ? അത് മാസത്തിലൊരിക്കൽ പോവും. ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു അങ്ങനെ മതിയെന്ന്. നിങ്ങളാരും മിണ്ടരുത്. നിങ്ങളും അങ്ങനാണോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. നേരത്തെ ഓലപ്പരയ്ക്കകത്ത് കിടന്നപ്പം രാവിലെ ബൈബിളെടുത്ത് യോഗത്തിന് വന്ന ഇപ്പം പൈസയൊക്കെ ആയപ്പം പട്ടിയം വളർത്തി ആഹാരവും കഴിച്ച് കിടന്നുറങ്ങിയേച്ച് സ്തോത്രം ആ മാസത്തിലൊരിക്കൽ ദശാംശം കൊടുക്കാൻ വരും. നിങ്ങൾ ചിന്തിക്കരുത് നമുക്ക് കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം കൊണ്ട് കൊടുത്ത് തമ്പുരാൻ ഇഷ്ടമുള്ള ചെയ്യുന്നെന്ന് പറയുന്ന രീതി അല്ലിത്. എന്നോട് പിണം കഴിഞ്ഞ് ഞാൻ ദൂതിലോട്ട് വരിക.
അപ്പം യേശുക്രിസ്തുവിലെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഒരാടകത്ത് വരുമ്പോഴാണ് ഈ ലോകം ചെറുതായി കാണുന്നത്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം. നിന്റെ കാറോ വീടോ സമ്പത്തോ എഫ്ടിയോ ഒന്നും വലുതല്ല. വലുതൊന്നേ ഉള്ളത് ദൈവത്തിൻ്റെ രാജ്യമാണ്. ഓ ഹല്ലേലൂയ. അണയാത്ത സൂര്യൻ പോലെ നിന്റെ അകത്ത് ദൈവരാജ്യം നിൽക്കട്ടെ. നിന്റെ അകത്ത് ദൈവരാജ്യത്തിൻ്റെ ശക്തി മനസ്സിലായി തുടങ്ങുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടെ, നമുക്ക് ഇച്ചിരൂടെ ഗഹനമായി പോകാം. ഇവിടെ ഇനി ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല, കാരണം നിങ്ങളോട് പറയാൻ ദൂത് പറയേണ്ട ഭാഗത്തേക്ക് വരിക. അപ്പം ഇന്ന് ചിലപ്പം മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു സന്ദേശത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ. എപ്പോഴും ഓർക്കണം, വിട്ടിറങ്ങിയ മാലിന്യത്തിലേക്ക് നിന്നെ കുടുക്കി തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ ഉണ്ട്. ഒരിക്കൽ നീ വിടുവിക്കപ്പെട്ടു, ആ വിടുതൽ നീ അനുഭവിച്ചു. പക്ഷേ ആ വിടുതലിൽ നിലനിൽക്കാതെ വണ്ണം നിന്നെ പിടിച്ച കാട്ടിൽ തിരിച്ചുകൊണ്ട് കെട്ടുവാൻ ദുഷ്ടനിടുന്ന കുതന്ത്രങ്ങളെ ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് ജയിക്കണം. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എപ്പോഴും ഓർക്കണം, ദൈവത്തിന് സ്തോത്രം. പ്രത്യേകാല് ജാതീയ മാർഗത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം മറ്റൊരു രീതിയിൽ നിന്ന്, അല്ലെങ്കിൽ പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിൽ നിന്നൊക്കെ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഇറങ്ങിത്തിരിക്കുന്നവർ ഓർക്കണം, നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്ന ധാരാളം സ്പിരിറ്റുകളുണ്ട്. പക്ഷേ ആരും അതിൽ തോക്കരുത്. ഞാനൊരു കാര്യം പറയാം, കുടുങ്ങിയാൽ നീ കുടുങ്ങിയതാ. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നലെ രാത്രി പറഞ്ഞു, ജനത്തോട് പറയണം, ഒരിക്കലും അഴിയാത്ത കുടുക്കുകളിൽ നിന്ന് അഴിയുമെന്ന്. ഇന്നത്തെ പ്രാർത്ഥനയെ നിന്റെ ഭാവിയെ കുടുക്കിയിട്ട, നിന്റെ ആരോഗ്യത്തെ കുടുക്കിയിട്ട, നിന്റെ കൃപ നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യം ഞാൻ വായിക്കാം. ഗലാത്യ സഭയോട് പൗലോസ്ലീഹ പറയുകയാണ്, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഈ ദൂതെടുക്കുമ്പോൾ ഒരു വെളിപ്പാടൂടെ പറയാം, ചിലർ ഈ ദിവസങ്ങളിൽ സ്വതന്ത്രരാകും. വിശ്വാസമുണ്ടോ? നിന്റെ ലൈഫിൽ ശത്രു വെച്ച് കെട്ടിയ സകല നുകങ്ങളും ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടി. നിങ്ങൾക്ക് ഈ ദൂതെടുക്കുമ്പോൾ ഈ ഭാഗമല്ല ഞാൻ പറയാൻ പോകുന്നത്, പക്ഷെ ഒരു ആത്മീക ചിന്തയോടെ ചോദിക്കുക, എത്ര പേരുടെ അകത്ത് ആഗ്രഹമുണ്ട് ചില മേഖലകൾ ഒന്ന് സ്വതന്ത്രമാകാനുണ്ട്? എത്ര പ്രാർത്ഥിക്കാൻ കൊതിച്ചിട്ടും പ്രാർത്ഥിക്കാൻ കഴിയാതെ, എത്ര സമ്പത്തുണ്ടായിട്ടും അത് കയ്യിൽ ഉതകാതെ നിന്റെ മേൽ വെച്ചിരിക്കുന്ന നുകത്തിൻ്റെ കയറുകളെ ഇന്ന് പകൽ അഴിച്ചെറിയുന്ന ഒരു അഭിഷേകം. ഇന്ന് ചില നുകങ്ങൾ ഇവിടെ പൊട്ടണം യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. ഈ വായിച്ചേ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ദൈവം പറയുന്നു, ഒന്ന് പ്രവചിക്കാൻ പറയും. ഞാൻ ചിലരോട് പ്രവചിച്ചു പറയുക, നീ ജനിച്ചിട്ട് ഇതുവരെ അനുഭവിക്കാത്ത ചില സ്വാതന്ത്ര്യം നിന്റെ കൂടാരത്തിനകത്ത് നീ അനുഭവിക്കാൻ പോവുക. നിനക്കുണ്ടായ തിക്ത അനുഭവങ്ങൾ പൊട്ടിമാറി. യേശു, ചിലർ സ്വതന്ത്രമാകട്ടെ. നിന്നെ സ്വതന്ത്രമാകാതെ അപ്പം അവിടെയും കൊണ്ടിരുന്ന ദൂത് കേട്ടെ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. നിങ്ങൾ കണ്ടോ? എപ്പോഴും ഓർക്കണം, ചില ദൈവമക്കൾ പ്രാപിക്കുന്ന വിടുതലിന് വളരെ കുറച്ചായുസേ ഉള്ളൂ. സ്തോത്രം. പിന്നെയും തിരിച്ചവർക്ക് ആ ബന്ധനത്തിലേക്ക് പോകും. ഇവിടെ നോക്കി, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. ആകയാൽ ദൈവം തന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. നിങ്ങൾ കേൾക്കണം, ഒരു ദൈവവൈദ്യനൊരു വിടുതൽ പ്രാപിച്ചാൽ ആ വിടുതലിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് പറയാ, പിന്നെയും അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പിന്നെ നിന്റെ മേൽ നുകം വെക്കാൻ സമ്മതിക്കരുത്. ആ നുകം നിന്നെ കുടുക്കിക്കളയും.
കർത്താവിന് സ്തോത്രം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണ്, ഇന്നത്തെ പ്രാർത്ഥന ചില നുകങ്ങളെ പൊട്ടിക്കുന്ന പ്രാർത്ഥനയാണ്. ഓ ഹല്ലേലൂയ ജീസസ്. ചിലരുടെ മേൽ ദൈവാത്മാവ് സംസാരിക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കലും എഴുന്നേക്കം പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ ചില വാക്കിന്ന് ക്യാൻസലാവും. നിന്റെ നുകം പൊട്ടി നീ നിവർന്ന് നടക്കാൻ പോവാ. ഹാ, കൃപ 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 കൃപ. ചിലരോട് കർത്താവ് പറയും, ഇന്ന് നുകം പൊട്ടിയാൽ 4 വഴിക്കൂടെ വഴികൾ തുറന്നു വരും. ഒരു വഴിയല്ല, 2 വഴിയല്ല, 4 വഴികളിലൂടെ. അങ്ങനെ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഓ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേൽ വെച്ച നുകത്തിന് ആയുസ്സില്ല. അമ്മ, നീതിമാന്റെ സന്തതിയുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ഓ യേശുവിൻ്റെ നാമത്തിൽ നീതിമാൻ അവരുടെ അവകാശത്തിന്മേൽ ചില സന്തതികൾ വിടുവിക്കപ്പെടുക. നിന്റെ സന്തതി ഏത് പട്ടണത്തിലായാലും ഏതു രാജ്യത്തിലായാലും നിന്റെ സന്തതി ഗ്ലോറി. ഞാനൊരു ആത്മീക കാഴ്ചപ്പാട് പറയാം. ഇന്ന് ചിലരുടെ ശരീരം ഫ്രീ ആവും. ഈ ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു ഭാഗമുണ്ട്, വായിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാം. ലേവ്യ പുസ്തകത്തിലെ ആ വാക്യം, ഞാൻ നിന്നെ നുക കൈകളെ ഒടിച്ച് നിന്നെ ഞാൻ നിവർത്തി നടത്തും. എവിടെ നീ തല കുനിച്ചോ അവിടെ നീ നിവർന്ന് നടക്കും. പക്ഷെ ആ നുകം കൃപ ജീസസ്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. വീട്ടിൽ ചെല്ലുമ്പോൾ ലേവ്യ പുസ്തകം 26-ാം അധ്യായം കിടപ്പുണ്ട് ആ വാക്യം, ഞാൻ മിസ്രയീമിന്റെ നുകക്കൈകളെ ഒടിച്ച്. എനിക്കൊന്ന് 13-ാം വാക്യമാണ്, നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കി. യഹോവ 26:13 ഞാൻ നിങ്ങളുടെ നുക കൈകളെ ഓടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കി. ഒരു കാര്യം ദൈവാത്മാവ് സംസാരിക്കുക, ചില നുകങ്ങളിൽ നിന്ന് ഒടിഞ്ഞേ പറ്റൂ. കാരണം നീ നിവർന്ന് നടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. ഇനി നീ തലകുനിച്ച് നടക്കേണ്ടവനല്ല. ഇനി നീ ചുമന്ന് നടക്കേണ്ടവനല്ല. അകാരണമായ ഭാരം എടുക്കേണ്ടവനല്ല. അകാരണമായ ചുമട് വഹിക്കേണ്ടവനല്ല. നിന്നോട് ദൈവം സംസാരിക്കുക, അമ്മ ഇന്നു പകൽ ആ നുകങ്ങൾ ഒടിയണം. ഓ, എന്തോ ഇവിടെ ഒരു വലിയ ഡെലിവറൻസ് വ്യാപരിക്കാൻ പോകുകയാ. ചില വസ്തുക്കളുടെ മേൽ കിടക്കുന്ന ചില നുകങ്ങൾ പൊട്ടുകയാ. ചില കുടുംബജീവിതത്തിന്മേൽ ശത്രു കൊണ്ടിട്ട നുകം. ഇത് പ്രസംഗം പറഞ്ഞു പോകുമല്ല, ആഴത്തിൽ നിന്നെ ദൈവം തൊടുകയാ. ആഴത്തിൽ നിന്നെ ദൈവം സ്പർശിക്കുക. ആഴത്തിൽ വിടുതലുകൾ തരിക. ഓ യേശുവിന്റെ നാമത്തിൽ. 140-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ആ മനുഷ്യന്റെ പ്രാർത്ഥന കേട്ടോ, ഗർവികൾ എനിക്കായി കെണിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു. ഗർവികൾ എനിക്കായി കെണിയും കയറും. ഈ വാക്യം സങ്കീർത്തനക്കാരൻ പറഞ്ഞതാണെങ്കിലും ഞാൻ ഈ വചനധ്യാനത്തിൽ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചിലതൊക്കെ ശത്രു മറച്ചു വെച്ചിരിക്കുക. എന്തൊക്കെയാ മറച്ചു വെക്കുന്നത്? ആമി, ഗർവികൾ എനിക്കായി കെണിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു. കണിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു. വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു. നീ ചിന്തിക്കാത്ത സ്ഥലത്ത് അവർ വല വിരിച്ചിട്ടുണ്ട്. അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു. അവർ എനിക്കായി എന്ത് ചെയ്യുക? കുടുക്കുകൾ വെച്ച് പ്രാർത്ഥിക്കുക, അതിനകത്തുനിന്ന് എനിക്ക് വിടുതൽ കിട്ടണമേ. 141-ാം സങ്കീർത്തനം എടുത്ത് 19-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അവർ എനിക്കായി വെച്ചിരിക്കുന്ന കണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കിലും അകപ്പെടാതെ, അവർ എനിക്ക് വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ എന്നെ കാക്കേണമേ. ദൈവാത്മാവ് കാണിക്കുക, എവിടോ നിനക്കെതിരെ കെണിയും കുടുക്കും വെച്ചിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കണം, അതിൽ അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. ഓ ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, കുരുങ്ങിയതാ. പക്ഷെ എന്നും കുരുങ്ങിക്കിടക്കത്തില്ല. നീ വിശ്വസിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ആ കുടുക്ക് പൊട്ടും. നിങ്ങൾക്കത് മനസ്സിലാകണേ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലോട്ടൊന്ന് പോയിക്കേ. സഭാപ്രസംഗിയുടെ പുസ്തകം അവിടെ നിന്നുകൊണ്ട് ഞാൻ ദൂത് ഒന്ന് തൊടാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെ, വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും, കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും, കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്ന് കൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകും. ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകും. ഞാനൊരു വെളിപ്പാട് പറയാം. നീ പലരും ഈ കെണിക്കകത്ത് കിടന്നുകൊണ്ടാണ് പല പല അനുഗ്രഹങ്ങളും പ്രാപിച്ചത്. എന്നാൽ ഈ ദിവസങ്ങൾ എഴുതിയിട്ടോ, ആ കെണി തമ്പുരാൻ പൊട്ടിച്ചു വിടാൻ പോവാം. ഇന്നലെ രാത്രി തൊട്ട എൻ്റെ പ്രാർത്ഥനയാണ്, ഇന്ന് ദൂത് തീരുന്നതിന് മുമ്പ് ചിലരുടെ കെണി പൊട്ടിച്ചു വിടണം. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, കെണി പൊട്ടി പക്ഷി വഴുതിപ്പോരുന്ന പോലെ. ഇന്ന് നിന്റെ പ്രാണൻ, നിന്റെ വീടിനെതിരെ വിരിച്ച വല, നിന്റെ സന്തതിക്കെതിരെ വിരിച്ച വല, ഇന്ന് ആ കെണി പൊട്ടുന്നു. ഗ്ലോറി, ഗ്ലോറി. ആരുടെയൊക്കെയോ ലൈഫിൽ വ്യക്തതയുള്ള ചില വിശാലതയുടെ വാതിലുകൾ തുറക്കാൻ പോവുക. അല്പചില ദിവസത്തിനകത്ത് നീ മനസ്സിലാക്കും, ആ കുടുക്ക് പൊട്ടി, ഇനി ഞാൻ വേറൊരു ലെവലിൽ പോകാൻ പോവുക. ചിലരുടെ ഇന്നത്തെ പ്രാർത്ഥന ചിലരുടെ ഭാവിയുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ സന്തതിയെ കൊണ്ട് അനുഭവിക്കത്തില്ലെന്ന് ചിലർ പറഞ്ഞ വിധി, നിന്റെ സന്തതിയെ സ്തോത്രം. ഇന്നൊരു ആത്മീക സന്ദേശങ്ങളോട് നിങ്ങൾ തരിക. ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടതല്ല, നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കണം. എത്ര പേര് ആമീൻ പറയും? നടക്കേണ്ട സമയത്ത് നടക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നം അവരുടെ പിള്ളേർ അല്ലേ. 18 വയസ്സോ 19 വയസ്സ് വരെ അവരുടെ പഠനമാണ്. പിന്നെ 20 വയസ്സ് 21 വയസ്സ് 22 വയസ്സ് അവരുടെ പഠനം കഴിഞ്ഞുള്ള ട്രെയിനിങ്ങാണ്. പിന്നെ ഇച്ചൂടെ പറഞ്ഞാൽ 24-25 വയസ്സൊക്കെ ആകുമ്പം പിള്ളേർ നല്ല ജോലിയിൽ കയറണം. വേണ്ടായോ? നിങ്ങളാരും പറഞ്ഞിട്ട് അങ്ങനൊന്നും കയറണമെന്നില്ലല്ലോ. പിള്ളേരെന്തോ ചെയ്യണം? ജോലി കയറണം. ജോലി കയറിയിട്ട് മോനായാലും മോളായാലും 25 വയസ്സ് കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്കും സ്തോത്രം അവർക്ക് ജീവിക്കാനുള്ള പൈസ അയച്ചു തരണം. അങ്ങനല്ലയോ? നിങ്ങളുടെ വീട്ടിൽ അങ്ങനല്ലയോ? തരണ്ടായോ? ഇപ്പൊ പ്രശ്നം പിള്ളേർക്കും തികയുന്നില്ല, അപ്പനും അമ്മയ്ക്കും തികയുന്നില്ല. നീ ഇതങ്ങനെ ചിരിച്ച് തള്ളരുത്. നിന്റെ സന്തതിയുടെ നന്മ നീ അനുഭവിക്കണമെന്നുള്ളത് വാഗ്ദത്തമാണ്. പിടികിട്ടിയോ? എന്നോട് ദൈവാത്മാവ് പറയും, അത് അനുഭവിക്കാൻ അനുവദിക്കാത്ത കുടുക്ക് പൊട്ടണം. നിന്റെ സന്തതി എത്തേണ്ട കയ്യിലെത്തണം, ഇരിക്കേണ്ടിടത്ത് ഇരിക്കണം, നടക്കേണ്ട വിവാഹം നടക്കണം. എന്നോട് പിണങ്ങൊന്നും ചെയ്യരുത്. അപ്പനും അമ്മയും എല്ലാം മുട്ടേ കിടന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ മോള് ലണ്ടനിൽ പോകണം, മോൻ അമേരിക്ക പോകണം, മരുമോൻ കാനഡയിൽ പോകണം. ഇതെല്ലാം തലകുത്തി കിടന്ന് പ്രാർത്ഥിക്കുക. പിള്ളേരൊക്കെ കൊണ്ട് കേട്ടോണം കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവർ വിളിക്കുക, പപ്പ ഇവിടുന്ന് വിളിക്കുക, മോളെ എന്തോ ഉണ്ട്, മോനെ എന്തോ ഉണ്ട്. എൻ്റെ പപ്പ ഒന്നിനും തികയുന്നില്ല. അവിടെ മിണ്ടുന്നില്ല. സ്തോത്രം. അപ്പനും അമ്മയും കുറേ വർഷം കൊണ്ട് ഇപ്പം കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി ക്രാക്ക് ബിസ്ക്കറ്റും പപ്സും ലഡുവും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവളെ വളർത്തി വിട്ടത് എന്തിനാ? നിൻ്റെ 60-ാമത്തെ വയസ്സിലും 65-ാമത്തെ വയസ്സിലും ഹമി ഇടയ്ക്ക് ഫോണിലൊരു ബെല്ല് നോക്കിയപ്പം 50,000 ക്രെഡിറ്റ്. എവിടുന്നാ വന്നേക്കാം? മോടെ പേര്. പിള്ളേരൊക്കെ കേട്ടോണം കേട്ടോ. അവരിപ്പോൾ പറയാ എനിക്കും തികയുന്നില്ല. ഞാനൊരു സന്ദേശം പറയാം, ആത്മീകമായിട്ട് ഏറ്റെടുക്കണം ഈ സന്ദേശത്തെ. നിന്റെ സന്തതിയുടെ നന്മ നാട്ടുകാരല്ല അനുഭവിക്കേണ്ടത്, നീ അനുഭവിക്കണം. ഗ്ലോറി. ഇന്ന് വാശിയോടെ പ്രാർത്ഥിക്കണം. അവരെ നന്മയിൽ എത്തിക്കാത്ത കുടുക്കല്ല. ഇന്ന് ചില പാരമ്പര്യ കെട്ടുകൾ പൊട്ടും. വർഷങ്ങൾക്ക് മുമ്പ് വിരിച്ച വലകൾ. ഗ്ലോറി. ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ ദൈവമക്കൾക്ക് ഇച്ചിരി വാശിയോടെ പ്രാർത്ഥിക്കണം. എന്തിനാ? അനുവദിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും കേൾക്കണം. കർത്താവിൻ്റെ സ്തോത്രം. വല്ലാത്ത വലയിൽ അകപ്പെട്ട മത്സ്യത്തെ പോലെ.
ഹല്ലേലൂയ. അവർ കുടുങ്ങി. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും. വല്ലാത്ത വലയിൽ അകപ്പെടുന്ന മത്സ്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? മത്സ്യം ചില വലയ്ക്കകത്ത് കയറിയാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കുടുക്ക് വീഴും, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുടുക്ക് വീഴും. പിന്നെ അതിന് ആ വലയ്ക്കകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതിനെ കരക്കെടുത്ത് പിടിക്കുന്നവൻ അതിനെ കൊല്ലുന്നിടം വരെ അത് അങ്ങനെ തന്നെ നിൽക്കും. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും. ചില പക്ഷികളൊക്കെ കെണിക്കകത്ത് ചെന്ന് കയറിയാൽ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ കെണി പൊട്ടി പക്ഷി വഴുതി പോകുന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കണ്ടോ, നിനക്കെതിരെ വല വിരിച്ചതാ. ആഭിചാരത്തിലെ വല, മന്ത്രവാദത്തിലെ വല, നേർച്ചയുടെ വല, പൂജയുടെ വല നിനക്കെതിരെ വിരിച്ചതാ. നിന്റെ വീടിനെ മൂടിയിരിക്കുക. ഇന്ന് പോലെ കണി പൊട്ടുന്നത് പോലെ. ഒരു ഫാമിലിയിലെ അപ്പനും അമ്മയ്ക്കും 3 പെൺപിള്ളാരാ. മൂത്ത മോള് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. രണ്ടാമത്തെ മോള് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇളയ മോള് കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. 3 പേർക്കും പിള്ളേരില്ല. മൂത്തവള് 3 പ്രാവശ്യം ഗർഭസ്ഥയായി. പക്ഷേ അപ്പോഴെല്ലാം 3-ാമത്തെ മാസത്തിൽ അകത്തു വെച്ച് തന്നെ കുഞ്ഞ് മരിക്കുക. ഞാൻ അവർക്ക് വേണ്ടി ഈ മുറിക്കകത്തിരുന്ന പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. അവരുടെ വീടിനെ ഒരു വലയിട്ടിരിക്കുക. സ്തോത്രം. ഞാനിതൊന്ന് വെളിപ്പെടുത്താനാണ് ഇതെല്ലാം പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, സ്തോത്രം, കുഞ്ഞുങ്ങളുണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്നാ, നിന്റെ വീടിനൊരു വല കിടപ്പുണ്ട്. എന്നോട് ആ സ്ത്രീ ചോദിച്ചു, സ്തോത്രം, ഞങ്ങൾ എന്തോ വേണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടിനകത്തൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ആരൊക്കെ ഉപവസിക്കണം? അവ പറഞ്ഞു, ആ വീട്ടിലുള്ള എല്ലാവരും ഉപവസിക്കാൻ പറഞ്ഞു. ചുരുക്കി പറയാം, അവർ നമ്മുടെ പ്രാർത്ഥനാ ടീമിനെ കൊണ്ടൊരു ഉപവാസവും നടത്തി. അവർ 7 ദിവസം ആ വീട്ടിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാനും പോയായിരുന്നു പ്രാർത്ഥിക്കാൻ അവിടെ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥന ആരാധനയൊക്കെ കഴിഞ്ഞു. പിറ്റേ ആഴ്ചയിൽ മൂത്ത മോള് ഗർഭസ്ഥയായി. അവൾ, സ്തോത്രം, അല്പ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സൗന്ദര്യമുള്ള ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ചുരുക്കി പറയാം, ഇപ്പം 3 പേർക്കും കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ എന്തിനാ ഈ ദൂതൊക്കെ പറഞ്ഞ്? ശത്രുവിൻ്റെ വലയും അതിനെ പൊട്ടിക്കുന്നതാണ് ഉപവാസം. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ വീടിനെതിരെ ശത്രു വല ഇട്ടിട്ടുണ്ടെങ്കിൽ, പക്ഷി കുടുങ്ങുന്ന പോലെ, മത്സ്യം കുടുങ്ങുന്ന പോലെ നിന്റെ സന്തതി കുടുങ്ങിപ്പോയെങ്കിൽ, ഇന്നത്തെ ആരാധന അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ഗ്ലോറി ടു ഗോഡ്. നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മനുഷ്യൻ തന്റെ കാലം അറിയും. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യത്തെ പോലെയും. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകും. വല്ലാതെ കുടുങ്ങിപ്പോകും. ഇനി അടുത്ത ദൂതാ പറയാൻ പോകുന്നേ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 22-ാമത്തെ വാക്യം അതുകൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അതിനകത്തു നിന്നുള്ള ദൂതൂടെ പറഞ്ഞിട്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെ കുഴികളിൽ കുടുങ്ങി. അവരെല്ലാം കുഴികളിൽ കുടുങ്ങി, കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അവർ കവർച്ചയായി പോയി. ഒന്നവർ കുഴിയിൽ കുടുങ്ങി. കാരാഗ്രഹങ്ങൾ ആർക്കും വിടുവിക്കാൻ വയ്യാത്ത, തടവറയ്ക്കാവാത്ത അവർ അടയ്ക്കപ്പെട്ടു പോയി. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ. ഈ കഴിഞ്ഞിടെ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാൻ വന്ന എൻ്റെ അടുക്കൽ. അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്. അവൻ എന്നോട് പറയുക, വർഷങ്ങളായിട്ട് അവൻ ദുബായിലാണ്. സ്തോത്രം. 13 വർഷമായിട്ട് അവൻ ദുബായി ജോലി ചെയ്യുക. അവൻ്റെ 24-ാമത്തെ വയസ്സിൽ പോയതാ. സ്തോത്രം. അവൻ വിവാഹിതനായി. വർഷങ്ങളായിട്ട് അവൻ്റെ ഭാര്യയെ ഗൾഫിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ച് എനിക്ക് 3 ലക്ഷം രൂപയുടെ ജോലി കിട്ടണം. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഇന്ത്യൻ റുപ്പി 34,000 രൂപയുടെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഈ 16 വർഷമായിട്ടും ഞാൻ ഈ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു പ്രൊമോഷൻ കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കർത്താവ് ഒരു കാഴ്ച കാണിച്ചു. ഇവനെ ഒരു തടവറയ്ക്കകത്ത് ബന്ധിച്ചിട്ടിരിക്കുക. ഞാൻ അവനോട് പറഞ്ഞ, മോനെ, ഇത് ബന്ധനമാ, നീ പോകുന്നതിന് മുമ്പേ ഉപവസിക്കണം. അങ്ങനെ ഞങ്ങളുടെ കൂടെ 7 ദിവസം തിരുവനന്തപുരത്ത് ഉപവസിച്ച സമയത്ത് ഞങ്ങളുടെ കൂടെ അവൻ ഉപവാസത്തിൽ വന്നിരുന്നു. വെളി ഹോട്ടലെടുത്ത് ഉപവസിച്ചു. ഞങ്ങളുടെ കൂടെ 7 ദിവസം പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് അവൻ തിരിച്ചു പോയി. ആ രാജ്യത്ത് ചെന്നു.
ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ഉള്ള ജോലിയുടെ പോയി കണ്ടോ. ഉപവസിച്ച് പ്രാർത്ഥിച്ച് പോയപ്പോൾ ഉള്ള ജോലിയുടെ പോയി. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, നല്ലത് വരാനാ. സ്തോത്രം. ജോലി പോയപ്പോൾ തന്നെ സ്തോത്രം, അവൻ്റെ കൂട്ടുകാരൻ മനുഷ്യനൊരു കമ്പനി ബയോഡാറ്റ കൊടുത്തു. അങ്ങനെ ആ ബയോഡാറ്റയ്ക്ക് ജോലി കയറി. ജോലിക്ക് കയറാൻ നേരത്ത് പുള്ളി എന്നോട് പറഞ്ഞു, സ്തോത്രം, എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ പറഞ്ഞു എന്നിട്ട് എന്തുവാ? എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ചോദിച്ചു അതെന്നാ? 3.25 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുക, ഈ 16 കൊല്ലം എന്താ നടന്നേ? ഞാൻ പറഞ്ഞു, എടാ നീ ഒരു ബന്ധനത്തിലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, കഞ്ഞി കുടിച്ച് ജീവിക്കുന്നതല്ല ആത്മീക ജീവിതം. ഓർത്തോണം, നിന്നെ അനുഗ്രഹിക്കാമെന്ന് വചനമാണ്. മനസ്സിലായവർ സ്തോത്രം ചെയ്യുക. ചില സന്തതികളുടെ ഗതികേട് ഇന്ന് പൊട്ടണം. നിന്റെ സന്തതി അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ ഇതെല്ലാം തരാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ മറക്കരുത്, ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവർ. ഞാനൊരു കാര്യം പറയാം, ഒത്തിരി ശമ്പളം വാങ്ങിച്ചു നരകത്തിൽ പോകുന്നതിനേക്കാൾ ശമ്പളം കുറച്ച് വാങ്ങിച്ച് സ്വർഗത്തിൽ പോകുന്നതല്ലേ. പിണങ്ങരുത്. ഞാൻ ഓർക്കുന്നല്ലോ, ഈ തിരുവല്ല ചർച്ചിൽ ഞാനൊരു ദിവസം യോഗത്തിന് വരുമ്പം ഒരമ്മച്ചി ഈ നടന്ന് മുമ്പിൽ വരുമ്പോൾ ഇത്രയും വലിയൊരു ടോർച്ച് അമ്മച്ചിയുടെ ബാഗിനകത്ത് കുത്തി കയറ്റുക. ഡ്രൈവർ ഓണടിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞ് അടിക്കല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാനും ഇറങ്ങിച്ചെന്ന് അന്നേരം അമ്മച്ചി കാണുന്നത് എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, അമ്മച്ചി വണ്ടി പുറയിൽ, അമ്മച്ചി മാറിയാലേ പോകാൻ പറ്റൂ. അപ്പം ഞാൻ ചോദിച്ചു എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വരുന്ന സ്ഥലമൊക്കെ പറഞ്ഞു. എപ്പോഴാണ് ഇറങ്ങിയെന്ന് ചോദിച്ചു. വെളുപ്പിനെ 4 എഴുന്നേറ്റ് കുളിച്ച് 4:30 ബസ് സ്റ്റോപ്പിൽ വന്ന് നടന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറി തിരുവല്ലായിൽ ഇറങ്ങി അവിടുന്ന് നടന്ന് ഇവിടെ വന്നേക്കുവാ. സ്തോത്രം. 5:45 കഴിഞ്ഞതേ ഉള്ളൂ, യോഗം തുടങ്ങിയിട്ടില്ല. അമ്മച്ചി വന്നേക്കുവാ. സ്തോത്രം. 6 മണിക്ക്. ഈ കഴിഞ്ഞ ഒരു 7 മാസം മുമ്പ് അമ്മച്ചി പിന്നെയും വന്നായിരുന്നു. അന്നേരം അമേരിക്കയിൽ നിന്ന് ബെൻസലാണ് വന്നേ. ഞാൻ നോക്കിയപ്പോൾ 8:45 വന്ന് വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ യോഗം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്നാ ആൻറ്റി ലേറ്റായിപ്പോ? ഇപ്പോൾ അങ്ങ് സമയം അങ്ങ് ലേറ്റായിപ്പോവും. വേണ്ട, ഒന്നുമില്ലാത്തവ എപ്പോഴാണ് വന്നേ? 5:45. ഇപ്പം ബെൻസ് വന്നപ്പോൾ എപ്പോഴാണ് വന്നേ? എടാ, ദൈവം തരുന്ന നന്മയൊക്കെ നീ സ്വീകരിച്ചോ, പക്ഷേ അത് കയറുമ്പോൾ നീ വിളച്ചിൽ കാണിക്കരുത്. കാണിച്ചാൽ നിനക്ക് പരാജയമാണ്. എന്നോട് പിണങ്ങരുത്. ഞാൻ പറഞ്ഞ ആർക്കും പിണക്കം വരത്തില്ല. പക്ഷേ ഞാൻ ഉള്ള കാര്യം ചിരിച്ചുകൊണ്ട് പറയും, മുഖത്ത് നോക്കി. പക്ഷേ ഞാൻ ഒരു സത്യം പറയാം, അന്നേരം അഹങ്കാരം കയറരുത്, നിഗളം കയറരുത്. ഓരോ അനുഗ്രഹം കിട്ടുമ്പോഴും നീ താന്നോണം. ഓരോ അനുഗ്രഹം കിട്ടുമ്പോഴും മിടുക്കന്മാരങ്ങനാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മലയാളിയെ സംബന്ധിച്ച് അവന് മൊത്തം കടവാന്നേലും അവനെ കണ്ടാൽ കോടീശ്വരനാന്ന് തോന്നും. എന്നാൽ ചില കോടീശ്വരന്മാർ ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് യോഗത്തിന് വന്നിരിക്കുന്നത് കണ്ടാൽ, ടീഷർട്ട് ഇട്ടോട്ട് വരണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനൊരു ദിവസം ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രദർ, ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനാ മുമ്പിൽ നിന്ന് കൈയടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അവിടുത്തെ പാസ്റ്ററിനോട് പറഞ്ഞു, ഈ ചർച്ചിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരിക്കുന്നത്. പക്ഷേ പുള്ളി ഒരു പഴയ ടീഷർട്ടൊക്കെ ഇട്ട് വന്നിരിക്കുക. പക്ഷേ ഫ്രണ്ടിൽ അടിപൊളിയായിട്ട് 2-3 പേർക്ക്. ഞാൻ ചോദിക്കും, ഇവരോ? അത് മൊത്തം കടവാന്ന് പറഞ്ഞു. പിണങ്ങരുത് എന്നോട്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്, കടമുണ്ടേലും ആരോടും പറയല്ലെന്നാ. അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട്, നിങ്ങൾക്ക് നന്മ കിട്ടുന്നവർ തമ്പുരാൻ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പം കുറച്ചുകൂടെ അങ്ങ് താന്നോണം. കുറച്ചുകൂടെ കയറി കർത്താവിനെ അങ്ങ് പിടിച്ചോണം. കുറച്ചുകൂടെ വിശുദ്ധരായിക്കണം. കുറച്ചുകൂടെ ദൈവവേലയ്ക്ക് വാരി കൊടുത്തോണം. കുറച്ചുകൂടെ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നോണം. അവരെയാണ് ദൈവത്തിന് ആവശ്യം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇച്ചിരുടെ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയാം, ദൈവം അനുവദിച്ച ഇന്ന് പലരുടെയും കെട്ടുപൊട്ടും, പല കുടുക്കും ഇന്ന് അഴിയും. നിന്റെ സന്തതിയുടെ നന്മ നീ അനുഭവിക്കാൻ പോവുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഇത്രയും രൂപ ശമ്പളമൊക്കെ കിട്ടിയ അവനോട് ഒരു ദിവസം യോഗത്തിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ ആ ചർച്ചിൽ പോകുന്നത്? അപ്പം പറഞ്ഞു, പോകുന്ന ചർച്ചൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ദശാംശമൊക്കെ കൊടുക്കാറുണ്ടോ? ആ വല്ലപ്പോഴും ഒക്കെ. ഞാൻ പറഞ്ഞു, ജോലി ഉടനെ പോകും. ജോലി കൃപയാ ജോലി പെട്ടെന്ന് പോയി. 1.5 വർഷം നിന്നുള്ളൂ. പിന്നെ 60,000 ജോലി ആയപ്പോൾ പുള്ളി സന്തോഷമായി. കറക്റ്റ് ദശാംശം കൊടുക്കുക. പിണങ്ങരുത്. ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്നറിയാം? ഹല്ലേലൂയ. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും അതിൽ കുടുങ്ങരുത്. ഒരാമയും വരുന്നില്ല. വീണ്ടും അതിൽ എല്ലാം വിട്ടേച്ചാ ഗൾഫിൽ പോയേ. എന്നാൽ തിരിച്ചിങ്ങോട്ട് വരാൻ നേരത്ത് ആ ഫ്ലൈറ്റ് ഇരുന്നപ്പോൾ എയർ ഹോസ്റ്റസ് വന്ന് ചോദിച്ചു, വിസ്കി വേണോ ബ്രാൻഡി വേണോ?
ഇപ്പം ആരും കാണുന്നില്ലല്ലോ, എന്നാൽ പിന്നെ കണങ്ങരുത്. എന്നിട്ട് പാസ്റ്ററെ ഭയങ്കര ബന്ധനമാണ്. നിന്റെ ബന്ധനം നമുക്കറിയാം. പിന്നെ ചിലതൊക്കെ തുറന്നു പറയാത്തതാ. നീ എഴുന്നേറ്റ് ഇപ്പം തന്നെ എഴുന്നേക്കാൻ ചിലർ ശ്രമം നടത്തുന്നുണ്ട്. പോട്ടെ, നിർത്താൻ പോവുക. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ വായിക്കുക, പ്രവാചകൻ പറയുകയാണ്, എന്നാൽ ഈ ജനം 42:22 ദൈവത്തിന്, എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങി, അവരെല്ലാം കുഴികളിൽ കുടുങ്ങി, കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കും. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവർ കവർച്ചയായി പോയി. ആരും വിടുവിക്കുന്നില്ല. അതാ പ്രശ്നം. ആരും വിടുവിക്കുന്നില്ല. ആരും നിന്റെ ഗതികേട് കണ്ട് നിന്നെ ആശ്വസിപ്പിക്കുന്നവരുണ്ട്. ഈ അച്ഛാനിത് വന്നല്ലോ, എങ്കിലും അച്ഛൻ എത്ര നല്ല മനുഷ്യനാ, ഓർക്കുമ്പം ചങ്ക് തകരുക. കർത്താവ് പറയുന്നത്, എടാ വിടുവിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അടുത്തോടെ വായിച്ച് ദൈവത്തിന് ഒന്നുകൂടെ മേളിത്തോട്ട് വായിച്ചു. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായി പോയി. ആരും വിടുവിക്കുന്നില്ല. ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി. മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. മടക്കി താടാന്ന് പറയാൻ ആളില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, മടക്കി താടാ പിശാചേ എന്ന് പറയാൻ ആളില്ലെന്ന്. അപഹരിക്കപ്പെട്ട നന്മയുടെ കഥ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ ദാവീദിനെ കുറിച്ച് വായിക്കാം. ആ പരിചയ ഞാൻ പിന്തുടരണോ? ദൈവം പറഞ്ഞ് പിന്തുടര്. അവൻ വലുതോ ചെറുതോ നഷ്ടമാകാതെ സകലതും തിരിച്ചു പിടിച്ചതുപോലെ നിന്റെ നന്മയെ അപഹരിച്ച ആ ദുഷ്ടശക്തികളുടെ നിന്ന് ചിലത് തിരിച്ചു പിടിക്കാൻ. പ്രയർ തീരുന്നതിന് മുമ്പ് ചിലതൊക്കെ തിരിച്ചു പിടിക്കണം. കൈവിട്ടുപോയ നന്മ തിരിച്ചു പിടിക്കണം. കൈവിട്ടുപോയ അനുഗ്രഹം തിരിച്ചു പിടിക്കണം. കൈവിട്ടുപോയ ഞാൻ ചിലരെയൊക്കെ നോക്കി പ്രവചിച്ചു പറയുക, ചില കുടുക്കുന്നു പൊട്ടിയേ പറ്റൂ. അല്പദിവസത്തിനുള്ളിൽ ചില ഗുഡ് ന്യൂസ് കേൾക്കാൻ പോവാ, നല്ല വാർത്ത. അതെന്തുവാ? നിന്റെ കുടുക്ക് പൊട്ടിയെന്ന വാർത്ത, നിന്റെ ബന്ധനം. എനിക്കറിയാം, ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുക. നിന്റെ സന്തതിക്ക് വിടുതലായെന്ന ഫോൺ കോളാ വരാൻ പോകുന്നേ. ആ വിസയുടെ പേപ്പർ ശരിയായെന്ന വാർത്തയാ. ആ യാത്ര, കുടുക്കിനെ അഴിക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. കുടുക്കിനെ അഴിക്കുന്ന ചിലരെയൊക്കെ പരിശുദ്ധാത്മാവ് തൊടുകയാ. ചിലരുടെ അകത്ത് ദൈവശക്തി വ്യാപരിക്കുക. അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ ചീട്ടുകൊട്ടാരങ്ങൾ തകർന്നു വീഴുന്ന പോലെ, ചില്ലുകൊട്ടാരങ്ങൾ തകർന്നു വീഴുന്നത് പോലെ ചിലതൊക്കെ തകർന്നു വീഴാൻ പോവുക. പ്രവാചകൻ പറയുക, ഇവര് കുഴി കിടഞ്ഞ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടുക, മടക്കി താടാന്ന് പറയാൻ ആളില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ആത്മാവിൽ പോരാടാൻ ചിലരെ വേണം. ഞാനൊരു വെളിപ്പാട് പറയാം, നഷ്ടപ്പെട്ട പലതും തിരിച്ചു പിടിക്കാൻ സമയമായി. ഓ ജീസസ്, നീ കഷ്ടമനുഭവിച്ച നാളുകൾക്കും ദുഃഖമനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം നിനക്കൊരു സന്തോഷം വരാൻ പോവുക. ചിലതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ പോവുക. ഇന്നത്തെ പ്രാർത്ഥന മടക്കി പ്രാപിക്കുന്ന പ്രാർത്ഥനയാ. ആരാധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെച്ച് ആരാധിക്കണം, എല്ലാ കുടുക്കും ഇന്ന് പൊട്ടണം. 3 പ്രവചനങ്ങൾ പറയാം. 1, നിന്റെ സന്തതിയുടെ നന്മ. ഇന്നത്തെ ഡേറ്റ് എഴുതിക്കോ. ഇന്ന് തൊട്ട് നോക്കിയോ, നിന്റെ സന്തതിയുടെ നന്മ നീ അനുഭവിക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി അടുത്ത 45 ദിവസത്തിനകത്ത് നിന്റെ സന്തതി. കൃപ. നിന്റെ സന്തതിയിൽ ചില വിടുതൽ നടക്കും. നിന്നിൽ ചില വിടുതൽ നടക്കും. നിന്റെ സന്തതി നിനക്ക് നന്മ അയച്ചു തരത്തക്ക രീതിയിൽ അവൻ്റെ ഫൈനാൻഷ്യൽ സെറ്റപ്പ്, അവൻ്റെ വിശ്വാസ തലം, അതുപോലെ നാം അടപ്പിച്ച ദുഷ്ടശക്തികൾ, മണ്ട അടപ്പിച്ച പൈശാചി. ഞാനൊരു കാഴ്ച കാണുക. വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളെ മുകളിൽ പിടിച്ചു കെട്ടിയിട്ട് വളരാൻ സമ്മതിക്കാതെ നിന്ന് ആ കെട്ട് നഴിച്ചു വിടാൻ പോവാ. നിന്റെ സന്തതി 4 വർഷത്തേക്കും പടരട്ടെ. എനിക്കറിയാം, ചിലരുടെ അകത്ത് ഈ ദൂതൊരു തീയായി വീഴുകയാ. ഇന്നത്തെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് മടക്കി തരാൻ പറയാൻ ആളില്ല. കരഞ്ഞു പ്രാർത്ഥിക്കാൻ ആളുണ്ട്. ആത്മാവിൽ ചിലത് മടക്കിത്താ.
എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്നൊരു ജനമാണ്. അവർ കുഴികളിൽ കുടുങ്ങി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു പോയി. മടക്കി താടാന്ന് പറയാൻ ആളില്ല. ദാവീദിന്റെ സമ്പത്തിനെയും ഭാര്യയും ശത്രു അപഹരിച്ചുകൊണ്ട് പോയി. സിക്ലാഗി വന്നപ്പം ദാവീദ് അബ്യാഥാര പുരോഹിതൻ പറഞ്ഞു, ഏഫോദ് കൊണ്ടുവാ. എന്തിനാ? ദൈവത്തോട് ചോദിക്കാനാ. അവൻ ദൈവത്തോട്, കർത്താവ്, ഈ പരിശീലനം ഞാൻ പിന്തുടരണോ? ദൈവം പറഞ്ഞ്, പിന്തുടരലും, നീ എത്തിപ്പിടിക്കും. ശമൂവേൽ 30 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ പോയി വലുതോ ചെറുതോ എല്ലാം അവൻ മടക്കി കൊണ്ടുവന്നു. ദൂത് പറയാം, നിന്റെ വീട്ടിൽ വരേണ്ടതും നിന്റെ വീട്ടിൽ തന്നെ വരണം. നിന്റെ സന്തതിയിൽ വരേണ്ടത് അവരിൽ. ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാവുമെന്ന. നിന്റെ മക്കൾ മേശക്കുറ്റി ഒലിവ് തൈ പോലിരിക്കുമെന്ന ആ വചനം നിറവേറട്ടെ. പത്രോസിന്റെ ലേഖനം എടുത്തേ. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. അടുത്ത കേട്ടെ. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു. അതറിയാതിരുന്ന ഏറ്റവും നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ കൃപ വന്നേച്ച് നീ പോകാനാണ്. ഇത് അറിയാതിരുന്നത് ഏറെ നല്ലതായിരുന്നു. ഇത് പറയാതിരിക്കാൻ പറ്റും. അടുത്തൂടെ കേട്ടോ. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചത്. തിരിച്ചു തിന്നുന്ന നായാന്നും കുളിച്ചിട്ട് ചെളിക്കകത്ത് ഉരുളുവാൻ തിരിഞ്ഞത് പന്നിയാണെന്നുള്ള ബോധം ഉണ്ടാകണം. നീ അറിയാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ഗലാത്യ സഭയുടെ പൗലോസ് ചോദിക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിന്റെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കെ നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാടാ? ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയാം, കൃപയിൽ വന്നവൻ തിരിച്ചു പോകരുത്. ദൈവത്തെ കണ്ടവൻ സ്വർഗത്തിൽ ചെന്ന ഈ വണ്ടി എന്നിറങ്ങാവൂ. ഇത് നിത്യതയ്ക്കുള്ള വണ്ടിയാണ്. നായെപ്പോലെ ഛർദ്ദിച്ചത് തപ്പി പോകരുത്. പന്നിയെപ്പോലെ, ദൈവത്തിന് സ്തോത്രം, കുളിച്ച നീ ചെളിക്കത്തുരുളാൻ പോകരുത്. അത് ദൈവം അംഗീകരിക്കുന്നില്ല. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയാം, ആരെങ്കിലും ഒരു പിന്മാറ്റക്കാരനുണ്ടെങ്കിൽ ഇത് നിന്നോടുള്ള ലാസ്റ്റ് ദൂതാ. നിന്നെ പരിഗണിക്കാനുള്ള ദൂതാ, നിന്നെ മടക്കി പിടിക്കാനുള്ള ദൂതാ, നിന്നെ തിരിച്ചു പിടിക്കാനുള്ള ദൂതാ.